നമസ്കാരം. ഇറാൻ US പ്ലസ് ഇസ്രായേൽ യുദ്ധത്തിലെ വെടിനിർത്തൽ തുടരുകയാണ്. വെടിനിർത്തലിന് ശേഷം നടന്ന നെഗോസിയേഷൻ ആദ്യത്തെ സ്റ്റേജ് ഫെയിലായി എന്ന് നമുക്കറിയാം. അതിനെ തുടർന്ന് ഹാർമുസ് കടലിടുക്ക് പൂർണ്ണമായും തങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ് എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. ആ ബ്ലോക്കേഡ് 2 ദിവസമാകുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നാണ് അമേരിക്കൻ മിലിറ്ററിയുടെ സെൻകോം അറിയിക്കുന്നത്. പരിപൂർണമായും അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ ഇപ്പോൾ ട്രാഫിക് നടക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതിനുവേണ്ടി വലിയ ഒരുക്കമാണ് അമേരിക്ക അവിടെ നടത്തിയിരിക്കുന്നത്. ഏകദേശം 10,000-ഓളം ആളുകളെയാണ്, 10,000-ഓളം പട്ടാളക്കാരെയാണ് അവിടെ ഹോർമുസിൽ അമേരിക്ക ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. കൂടാതെ 1 ഡസൻ വാർഷിപ്സും ഡസൻസ് ഓഫ് എയർക്രാഫ്റ്റ്സും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ ഒരുക്കമാണ് അമേരിക്ക ഈ പറയുന്ന ഈ ഒരു ബ്ലോക്കേഡിന് വേണ്ടി നടത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ അത് വയലേറ്റ് ചെയ്യാൻ ആരും ശ്രമിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതിനിടയിലൂടെ ഇന്നലെ മുതൽ വന്നുകൊണ്ടിരുന്നൊരു ന്യൂസ്, US സാങ്ഷൻഡ് ആയിട്ടുള്ള ഒരു ചൈനീസ് ടാങ്കർ, റിച്ച് സ്റ്റാറി എന്ന് പറയുന്ന ഒരു ചൈനീസ് ടാങ്കർ അതിൽ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇറാനിൽ നിന്ന് ഓയിൽ നിറച്ചുകൊണ്ട് വന്നതാണോ? അപ്പം US സെൻകോം പറഞ്ഞിരുന്നു ഇറാൻ പോർട്ടുകളാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഹാർമസ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അത് ഇറാൻ പോർട്ടുകളെ ഉദ്ദേശിച്ചൊരു ബ്ലോക്കാണ്. മറ്റു രാജ്യങ്ങളിലേക്ക്, മറ്റ് അറബ് രാജ്യങ്ങൾ അവിടെ വരുന്ന ഇറാഖുണ്ട്, ഖത്തറുണ്ട്, ബഹ്റൈനുണ്ട്, കുവൈറ്റുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ദെൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ട്. ഈ രാജ്യങ്ങളുടെ ഒന്നും അവിടുന്ന് വരുന്ന കപ്പലുകൾക്ക് അങ്ങോട്ട് പോകുന്നതിന് ഇങ്ങോട്ട് വരുന്നതിന് പ്രശ്നമില്ല. ഈ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള കപ്പലുകൾക്ക് മാത്രമാണ് ഈ പ്രോബ്ലം ഉള്ളത് എന്ന്, അതായത് ഇറാൻ്റെ പോർട്ടുകളാണ് ബ്ലോക്ക് ചെയ്യുന്നതെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ ചൈനീസ് ടാങ്കർ എവിടെ നിന്നാണ് വന്നത് എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായിട്ട് വന്നു. അപ്പോൾ മനസ്സിലായി അത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഒരു പോർട്ടിൽ നിന്നാണ് ആ ചൈനീസ് ടാങ്കർ വന്നത്. അത് ഹോർമുസ് ക്രോസ് ചെയ്ത് ഗൾഫ് ഓഫ് ഒമാനിലേക്ക് പ്രവേശിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ രാവിലെ വരെയുള്ള ന്യൂസ് ചൈനീസ് ടാങ്കർ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സംഗതി. ചൈന ഈ ഒരു US-ൻ്റെ ബ്ലോക്കേഡിനെ വില വയ്ക്കാതെ അതിൽ ഫ്രീ ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ താടിയുള്ള അപ്പൂപ്പനെ പേടിക്കേണ്ട എന്ന് പറയുന്നത്, താടിയുള്ള അപ്പന് പേടി വേണ്ട എന്ന് പറയുന്നത് പോലെ ചൈനയ്ക്ക് അമേരിക്ക പേടിയില്ല, അതുകൊണ്ട് ചൈന ഫ്രീ ആയിട്ട് അതിൽ കടന്നു പോകും എന്ന മട്ടിലാണ് പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തത്. വാസ്തവത്തിൽ ഈ ടാങ്കർ ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ ലേറ്റസ്റ്റ് ന്യൂസ് കാണിക്കുന്നത് ഇത് ഹോർമുസ് കടന്നെങ്കിലും അമേരിക്കൻ നേവിയുടെ വാണിംഗ് അനുസരിച്ച് ഈ ടാങ്കർ തിരിച്ചു പോവുകയാണ്. ഈ ടാങ്കർ മാത്രമല്ല, ഇതുവരെ ഹോർമുസ് ക്രോസ് ചെയ്ത 8 ടാങ്കറുകളെ ഇതുവരെ തിരിച്ചയച്ചിട്ടുണ്ട്. ഏതാനും ടാങ്കറുകൾ അതിൽ കടന്നു പോകുന്നുണ്ട്. അത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നതോ ആയ ടാങ്കറുകളാണ് കടന്നു പോവുകയും കടന്നു വരികയും ചെയ്യുന്നത്. ഇറാൻ്റെ പോർട്ടുകൾ കംപ്ലീറ്റ്ലി സീൽഡാണ്. ഇറാൻ്റെ പോർട്ടുകളിൽ നിന്ന് ഒരു ഷിപ്പിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിവൃത്തിയില്ല. US സാങ്ഷൻഡ് ഷിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ ഓയിൽ ബാനുള്ള കാലത്ത് ഇറാനിൽ നിന്ന് ഓയിൽ എടുക്കാൻ ഒരു ഷിപ്പിനും അവകാശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എടുത്തിരുന്ന ഷിപ്പുകളെ US അതിൻ്റെ ബാൻ ലിസ്റ്റ് പെടുത്തിയിരുന്നു. അങ്ങനത്തെ ഷിപ്പുകളിൽ പെടുന്നതാണ് US സാങ്ഷൻഡ് ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ചൈനീസ് ഷിപ്പ് റിച്ച് സ്റ്റാറെ എന്ന് പറയുന്നത് US സാങ്ഷൻഡ് ഷിപ്പാണ്. കാരണം അത് നേരത്തെ ഇറാനിയൻ ഓയിൽ കടത്തുന്നതായി കണ്ടുപിടിക്കപ്പെട്ടതും അതിൻ്റെ പേരിൽ അമേരിക്ക അതിനെ സാങ്ഷൻ ചെയ്തതുമായിട്ടുള്ള ഷിപ്പാണ് എന്ന് മനസ്സിലാക്കണം. ഇനി ചൈനയെ സംബന്ധിച്ച് ഇതൊരു ബിഗ് പ്രോബ്ലമാണ്. കാരണം ഈ ഹോർമുസ് അടച്ചു വയ്ക്കുക എന്ന് പറയുന്നത് ചിലരുടെ കാര്യമല്ല, ഒരുപാട് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നതാണ്, പ്രത്യേകിച്ചും ചൈനയെ ബാധിക്കുന്നതാണ്. കാരണം ചൈനയുടെ മൊത്തം ഓയിൽ പർച്ചേസിൻ്റെ ഏകദേശം 1/3 ഈ ഇറാനിൽ നിന്നാണ് വരുന്നത്. അവരുടെ ആവശ്യമുള്ള ഓയിലിൻ്റെ 1/3 ഇറാനിൽ നിന്നാണ് വരുന്നത്. ഇറാൻ ഓയിൽ വിൽക്കുന്നത്, അതിൻ്റെ 80% ഓയിലും വിൽക്കുന്നത് ചൈനയ്ക്കുമാണ്. അപ്പം അത്രയും വലിയ ഒരു ഔട്ട്പുട്ടാണ് ഈ ഇറാനിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്നത്. അത് പെട്ടെന്ന് ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അപ്പോൾ ചൈന ഈ ഒരു അവസരത്തിൽ ഇറാനോ ഇത് ഒന്നും ആലോചിക്കാതല്ല അമേരിക്ക ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ ഒരു ചോക്ക് പോയിന്റിൽ ഇറാൻ്റെ മേലെ ഏറ്റവും അധികം സ്വാധീനമുള്ള ചൈന എത്രയും വേഗം ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റിൽ എത്താൻ വേണ്ടി ഇറാനിലെ ഭരണത്തിൽ ആരാണോ ഉള്ളത് അവരെ നിർബന്ധിക്കുമെന്നുള്ളതാണ് അമേരിക്ക സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി. അപ്പോൾ നമ്മൾ പുറമേ നിൽക്കുന്നവരെ സംബന്ധിച്ച് വേണ്ടത് ചൈന പോയിട്ട് ബലമായിട്ട് ഓയിൽ ഇവിടെ കൊണ്ടുവരികയും ഇറാനും ചൈനയും തമ്മിൽ, അല്ലെങ്കിൽ US-ഉം ചൈനയും തമ്മിൽ ഒരു മുട്ടലുണ്ടാവുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ മാധ്യമങ്ങളടക്കമുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. അത്ര ഒരു കാര്യത്തിന് ചൈന നിൽക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചൈന വിസിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചൈനയിലേക്ക് ഡൊണാൾഡ് ട്രംപ് വിസിറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാക്കി അല്ലെങ്കിൽ ചൈനയെ സംബന്ധിച്ച് ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ കൊണ്ട് തല വെച്ചുകൊണ്ട്
ഒരു 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 പ്രോബ്ലത്തിൽ പെടാൻ ചൈന നിൽക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇവിടെ ബ്ലോക്കേഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഒരു ദിവസം പോയിട്ട് അങ്ങ് ബ്ലോക്കേഡ് ചെയ്യില്ല. ഇതിൻ്റെ എല്ലാ കോൺസിക്വൻസസും ഇതിൽ റഷ്യ ഇടപെടുമോ, ചൈന ഇടപെടുമോ, വേറെ ആരെങ്കിലും ഇടപെടുമോ, ഗൾഫ് രാജ്യങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും, ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാവുന്നത് പോലെ ഇത് ഇറാനെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള സംഗതിയാണ്. അപ്പം റഷ്യ ഇതൊരു ചാൻസായി കണ്ടുകൊണ്ട് ചൈനയോട് പറഞ്ഞു, അങ്ങോട്ടൊന്നും പോയി നിങ്ങൾ വിഷമിക്കേണ്ട, ഇങ്ങോട്ട് പോയി ഇഷ്ടംപോലെ ഓയിൽ ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങൾ തരാം. നിങ്ങൾക്ക് അവിടുന്ന് എത്ര ഓയിലാണോ നിങ്ങൾ ഇറാനിൽ നിന്ന് വാങ്ങിയത് അതിനേക്കാൾ കൂടുതൽ ഓയിൽ ഇവിടെ നിന്ന് തരാൻ റെഡിയാണ്. ദറ്റ് മീൻസ് നമുക്കറിയാമല്ലോ ഇതിനകത്ത് യുദ്ധത്തിനകത്ത് ലാഭമുണ്ടാക്കുന്നത് റഷ്യയാണ്. കിട്ടട്ടെ, അവർക്ക് കിട്ടുന്ന അവസരം അവർ ഉപയോഗിക്കട്ടെ. നേരെ മറിച്ച് ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ കംപ്ലീറ്റ് റവന്യൂ നിൽക്കും. അവരുടെ 90% റവന്യൂവും ഈ ഓയിലിനെയും ഗ്യാസിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറാനിലേക്ക് ഒരു പൈസ പോലും എത്തുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതാണ് ആ പോർട്ട് ബ്ലോക്കേഡ് കൊണ്ട് ഇറാൻ അനുഭവിക്കാൻ പോകുന്ന സംഗതി. അവരെ സംബന്ധിച്ച് ശ്വാസം മുട്ടിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ വീണ്ടും ഒരു നെഗോസിയേഷനെ കുറിച്ചുള്ള സംസാരം കേൾക്കുന്നു. അമേരിക്ക ട്രംപ് പറഞ്ഞു, പിന്നെ ഈ ട്രംപിനോട് പത്രക്കാർ ചോദിച്ചു ഇത് സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യുമോ. അപ്പോൾ ട്രംപ് പറഞ്ഞു സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല, പക്ഷേ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചിലത് നല്ലത് കേൾക്കാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് ഒരു അടുത്ത സെറ്റ് ഓഫ് നെഗോസിയേഷൻ 2 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയായാണ് എല്ലാവരും അതെടുക്കുന്നത്. അത് പാകിസ്ഥാനിൽ വെച്ചോ അല്ലെങ്കിൽ ജനീവയിൽ വെച്ചോ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പാകിസ്ഥാനിലായിരിക്കണം ആ ടോക്ക് നടക്കുന്നത് എന്നതിന് സൂചനകൾ നൽകിക്കൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ന് സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഖത്തറിലും ടർക്കിയിലും പോകുന്നുണ്ട്. അപ്പോൾ ഇവരാണ് ഇതിനകത്ത് നെഗോഷിയേറ്റേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള സ്റ്റേറ്റ് ഹെഡ്സിനെ വിസിറ്റ് ചെയ്യാനും ഈ നെഗോസിയേഷൻ എങ്ങനെ സക്സസ്ഫുൾ ആക്കാം എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനുമായിരിക്കണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ സൗദി അറേബ്യയിൽ ഇന്ന് എത്തിയിട്ടുള്ളതും. നാളെ ഖത്തറിലേക്കും മറ്റന്നാൾ ടർക്കിയിലേക്കും പോകും. നാളെ തന്നെ ഖത്തറും ടർക്കിയിലേക്കും പോയി അദ്ദേഹം ഈ പറയുന്ന നെഗോസിയേഷൻ ടൈം ആകുമ്പോഴേക്കും 2 ദിവസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, 2 ദിവസങ്ങളിൽ തിരിച്ച് പാകിസ്ഥാനിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ പാകിസ്ഥാനിൽ അടുത്ത സ്റ്റേജ് ഓഫ് നെഗോസിയേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ JD വാൻസ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് പത്രക്കാരോട് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, 49 വർഷമായിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ സംസാരിച്ചിട്ടില്ല. അപ്പോൾ 49 വർഷത്തിനിടയിലൂടെ ആദ്യം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച. സ്വാഭാവികമായിട്ടും 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കില്ല. കാരണം 49 വർഷമായി അന്യോന്യം അറിയാത്തവരും അവിശ്വസിച്ചിരുന്നവരും ഫൈറ്റ് ചെയ്തിരുന്നവരാണ്. അപ്പോൾ അവർ പിന്നെ ഒരു ഒറ്റ കാഴ്ചയിൽ അവർ തമ്മിൽ ഒരു സെറ്റിൽമെൻറ്റിലെത്തും എന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല. ഒരു രാത്രി കൊണ്ട് ഇതെല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല. കുറച്ച് സമയമെടുക്കും, അവിശ്വാസം ഉണ്ടാവും, അത് ശരിയായി വരും എന്നൊരു സൂചന വാൻസും തരുന്നുണ്ട്. അപ്പം അടുത്ത ഒരു നെഗോസിയേഷൻ ഉണ്ടെങ്കിൽ വാൻസ് വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. കാരണം വാൻസ് പറയുന്നത് അങ്ങനെ തോന്നുമ്പോൾ ഓടി വരാൻ പറ്റുന്ന ആളെന്നല്ല. ഹീസ് വൈസ് പ്രസിഡൻറ്റ്, അദ്ദേഹത്തിന് ഒരുപാട് ജോലികളുണ്ട്. അപ്പം അടുത്ത സ്റ്റേജ് ഓഫ് നെഗോസിയേഷൻസ് ഉണ്ടെങ്കിൽ ആരാണ് വരുന്നത്, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇറാൻ ആസ് യൂഷ്വൽ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ഞങ്ങൾ നെഗോസിയേഷൻ ഒന്നുമില്ല, ഞങ്ങൾ യുദ്ധം ജയിച്ച് അടങ്ങുള്ളൂ എന്ന മട്ടിലുള്ള പ്രസ്താവനകളൊക്കെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പിന്നെ അവരുടെ പോർട്ടുകൾ ബ്ലോക്ക് ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നുണ്ട്. അവർ നിയമപരമായി മാത്രം പെരുമാറുന്ന ആളുകളാണ്. അപ്പം അവരുടെ പോർട്ടുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന നിയമവിരുദ്ധമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതിനിടയിലൂടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുമായി ഡൊണാൾഡ് ട്രംപ് 40 മിനിറ്റ് നീളുന്ന ടെലിഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ട്. ഈ 40 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ചിറ്റാറ്റ് പോലല്ല. ഒരു രാജ്യത്തിൻ്റെ ഹെഡ് അമേരിക്കൻ പ്രസിഡൻ്റാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് 40 മിനിറ്റ് സംസാരിക്കുന്നത്. 2 പേരുടെയും ഓരോ മിനിറ്റുകൾക്കും ഓരോ സെക്കൻഡുകൾക്കും വാല്യൂ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഫ്രണ്ട്ലി ടോക്കോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. നിശ്ചയമായും അത് ഇറാൻ വിഷയം തന്നെയാണ്. അപ്പം ഇറാൻ വിഷയത്തിൽ റഷ്യ ഇന്നലെ മുൻകൂട്ടി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇറാൻ്റെ ന്യൂക്ലിയർ ഫ്യൂവൽ വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി സൂക്ഷിക്കാം. ഇത് പലതവണ വന്നിട്ടുള്ളൊരു പ്രപ്പോസലാണ്. യുദ്ധത്തിന് മുമ്പ് തന്നെ ഇത് പലതവണ വന്നൊരു പ്രപ്പോസലാണ്. ഇറാനെ സംബന്ധിച്ച് അവരുടെ ഒരു വിശ്വസ്ത സുഹൃത്താണ് റഷ്യ. അപ്പോൾ റഷ്യയിലേക്ക് ഈ ന്യൂക്ലിയർ ഫ്യൂവൽ മാറ്റുക എന്നുള്ളത് IAEA ചെയർമാൻ, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ചെയർമാൻ തന്നെ നടത്തിയുള്ള പ്രപ്പോസലാണ്. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ അമേരിക്ക അത് സമ്മതിക്കുമെന്നുള്ളത് സംശയമാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ന്യൂക്ലിയർ ഫ്യൂവൽ അമേരിക്ക തന്നെ എടുത്ത് സൂക്ഷിക്കാം എന്നുള്ളൊരു കാരണം. ഒന്നാമത് റിക്കവർ ചെയ്യണം. അത് ന്യൂക്ലിയർ വേസ്റ്റ് എന്നാണ് ട്രംപ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ന്യൂക്ലിയർ വേസ്റ്റ്, കാരണം ബോംബിട്ട് തകർത്ത് അത് എല്ലാം ഡിസോറിയൻറ്റഡ് ആയിപ്പോയി. അപ്പോൾ ആ ഡിസോറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് അത് റിക്കവർ ചെയ്ത് അമേരിക്ക എടുത്ത് സൂക്ഷിക്കാമെന്നുള്ള പ്രപ്പോസലാണ് അമേരിക്ക മുൻപോട്ട് വെച്ചിട്ടുള്ളത്. റഷ്യ പറയുന്നുണ്ട് ഞങ്ങളത് സൂക്ഷിക്കാം. കാരണം റഷ്യക്കാണ് ഒരുപക്ഷെ അത് റിക്കവർ ചെയ്യാനോ കൂടുതൽ എളുപ്പമുണ്ടാവും. റഷ്യൻ സഹായത്തോടെ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ അവിടെ ഈ റിയാക്ടേഴ്സൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. അപ്പം ഈ റഷ്യ ഇതിനകത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദിയുമായി ട്രംപ് നടത്തിയ സംഭാഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ കോർഡിയലായിട്ടുള്ള റിലേഷൻഷിപ്പാണ്.
അപ്പോൾ റഷ്യ ഇതിനകത്ത് ഇടപെടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ത്യയുടെ ഒരു മീഡിയേഷൻ അതിനകത്ത് ആവശ്യം വരും. കാരണം റഷ്യയും യു എസും തമ്മിൽ രണ്ട് പോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ റഷ്യയിലേക്ക് ഈ സാധനം കൊണ്ടുപോകേണ്ടി വരുമെങ്കിൽ, ഈ എൻറിച്ച്ഡ് യുറേനിയം റഷ്യയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടയിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മീഡിയേഷൻ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും റഷ്യ ഒരു നെഗോഷ്യബിൾ നേഷനാണ്. ഇറാൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലെ അല്ല റഷ്യയുടെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഒരു സഹായം അദ്ദേഹം തേടിയതാവാൻ സാധ്യതയുണ്ട് എന്ന് ഊഹങ്ങളുണ്ട്. ഇനിയും ലെബനോണിൽ യുദ്ധം നടക്കുന്ന കാര്യം നമുക്കറിയാം. ഇന്നലെയും ലെബനോണിൽ ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ യു എസിൽ ലെബനോണും ഇസ്രായേലും തമ്മിൽ നേരിട്ട ചർച്ചയ്ക്കുള്ള കളവൊരുങ്ങിയിട്ടുണ്ട്. ഇന്നലെ യു എസിൻ്റെ മാധ്യസ്ഥത്തിൽ ഇസ്രായേൽ അംബാസിഡറും ലെബനോൺ അംബാസിഡറും തമ്മിൽ സംസാരിച്ചു. അപ്പം ഇസ്രായേൽ അംബാസിഡർ പറയുന്നത് വളരെ കോർഡിയലായിട്ടുള്ള സംഭാഷണമാണ് ഉണ്ടായിട്ടുള്ളത്. തങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടത് ഒരേ കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് രണ്ടുപേർക്കും വേണ്ടത് ഹെസ്ബുള്ളയെ ഡിസാം ചെയ്യുക എന്നുള്ളതാണ്. ഹിസ്ബുള്ള എന്ന് പറയുന്നൊരു ക്യാൻസറിനെ ലെബനോണിൽ നിന്ന് നീക്കിക്കളയണം എന്നുള്ളത് ലെബനോണിൻ്റെ വലിയ ആവശ്യമാണ്. അപ്പം അവരെ ഡിസാം ചെയ്യണം. എങ്ങനെ ഡിസാം ചെയ്യും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. കാരണം ലബനീസ് ഗവൺമെൻറ്റിന് ഹിസ്ബുള്ളയെ ഡിസാം ചെയ്യാനുള്ള ശക്തിയുണ്ടോ എന്നൊരു വിഷയമുണ്ട്. ഇല്ല എന്ന് തന്നെ ശബ്ദം താഴ്ത്തി പറയേണ്ടി വരും. ഇനി ഇസ്രായേൽ ലെബനോൺ ഏറ്റെടുത്തുകൊണ്ട് ഇവരെ ഡിസാം ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നതും ഒരു പ്രായോഗികമായ കാര്യമല്ല. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇത് നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്? കാരണം ഈ നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റിൽ ഹെസ്ബുള്ള എന്ന് പറയുന്ന ഈ വിഷവിത്തില്ല. അപ്പോൾ അവരില്ലാതെ ഇത് നെഗോഷിയേറ്റ് ചെയ്ത് എങ്ങനെ സെറ്റിൽ ചെയ്യും എന്നൊരു വിഷയമുണ്ട്. എന്തായാലും നെഗോസിയേഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇസ്രായേലിൻ്റെ പ്രഷറിന് കീഴടങ്ങാനാണ് ലെബനോൺ പോയിരിക്കുന്നത് എന്ന് ഹെസ്ബുള്ള ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഭീകരവാദിയെ എങ്ങനെയാണ് ഒരു നെഗോസിയേഷൻ ടേബിളിൽ ഇരുത്തുക എന്നുള്ള വലിയൊരു വിഷയമുണ്ട്. കാരണം അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് തന്നെ ഭീകരവാദികളോട് നെഗോഷിയേറ്റ് ചെയ്യരുത് എന്നുള്ളത് ചെയ്യരുത് എന്ന നിയമമുള്ളതാണ്. ദെൻ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനിൽ എന്താണ് വേണ്ടത്? ഇറാനിൽ ന്യൂക്ലിയർ പവർ ഉണ്ടാവരുത് എന്നുള്ളത് ഇസ്രായേലിൻ്റെ യു എസിൻ്റെ 100% നിർബന്ധമുള്ള കാര്യമാണ്. കാരണം അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ന്യൂക്ലിയർ പവർ എന്നൊക്കെ നേടാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇസ്രായേൽ അവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. 1981 ജൂൺ 7 ഇറാഖിലെ ന്യൂക്ലിയർ റിയാക്ടർ ഇസ്രായേൽ ബോംബ് ചെയ്ത് തകർത്ത കാര്യം നമുക്കറിയാം. ഇത് ഫ്രാൻസിൽ നിന്ന് അവർ വാങ്ങിക്കൊണ്ട് പോയതാണ്. പീസ് പർപ്പസിനെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അത് പൂർണ്ണമായിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിൽ ന്യൂക്ലിയർ റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ അത് 1981 ജൂൺ 7 ബോംബ് ചെയ്ത് തകർത്തിരുന്നു. അപ്പോൾ അതിൽ ഒരു ഫ്രഞ്ച് എഞ്ചിനീയറും മരിച്ചിരുന്നു. അദ്ദേഹം അവിടെ റിപ്പയറിനോ എന്തോ പരിപാടിക്ക് പോയതായിരുന്നു. അപ്പോൾ അദ്ദേഹവും മരിച്ചു. 10 ഇറാഖ് പട്ടാളക്കാർ മരിച്ചു എന്നാണ് വെപ്പ്. അപ്പോൾ അങ്ങനെ വാസ്തവത്തിൽ ഇറാനും ഈ ഇറാഖിൻ്റെ റിയാക്ടറിനെ ബോംബ് ചെയ്തിരുന്നു. കാരണം അത് ഇറാനെതിരായിട്ടാണ് എന്ന് ഇറാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇറാൻ അത് തകർക്കാനൊന്നും പറ്റിയില്ല. ഇസ്രായേലാണ് തകർത്ത് കളഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാൻ ന്യൂക്ലിയർ റിയാക്ടർ തകർക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു. അതിന് ഇന്ത്യയോട് സഹായം ചോദിച്ചിരുന്നു. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അതിന് പെർമിഷൻ കൊടുക്കാഞ്ഞതുകൊണ്ടാണ് ഇന്ന് അവിടെ ഭാഗമായ ന്യൂക്ലിയർ ബോംബുകൾ ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്ന് പെർമിഷൻ കൊടുത്തിരുന്നെങ്കിൽ ഇസ്രായേൽ അത് തകർത്ത് കളഞ്ഞേനെ. അപ്പം ഈ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാവണം ഇറാൻ പല സ്ഥലങ്ങളിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് സ്ഥാപിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 3 സ്ഥലങ്ങളിലെങ്കിലും ആയിട്ട് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് സ്ഥാപിച്ച് അവരതിനകത്ത് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് നടത്തിയത് എന്ന് വേണം വിചാരിക്കാൻ. ഇപ്പോഴത് തകർക്കപ്പെട്ട നിലയിലാണ്. പക്ഷേ അത് ഏത് നിമിഷവും അവർക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ കാര്യങ്ങളെല്ലാം അമേരിക്കയുടെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഇസ്രായേലിനുള്ള ഭീഷണി അവർ ഏകദേശം ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ അമേരിക്കയിലെ ന്യൂക്ലിയർ ഡിവൈസുകളുടെ നിയന്ത്രണം നിശ്ചയമായും അമേരിക്കയുടെ കയ്യിലാണ്. അമേരിക്ക അറിയാതെ അവിടെ നിന്നൊരു കാര്യം സംഭവിക്കില്ല. അപ്പോൾ ഒരുപക്ഷെ അവരുടെ ഒരു സ്ട്രാറ്റജിക് ലുക്കിൽ പാകിസ്ഥാൻ്റെ കയ്യിൽ ഒരു ന്യൂക്ലിയർ ബോംബുള്ളത് നല്ലതാണെന്ന് ഒരുപക്ഷെ അവർ വിചാരിക്കുന്നുണ്ടാവും. കാരണം ഇറാൻ പോലത്തെ ഒരു രാജ്യവുമായി ഒരു കോർക്കൽ വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ന് സൗദി അറേബ്യ സന്ദർശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നെഗോസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു സംഗതി എന്നാണ് വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ മിലിറ്ററി പാക്റ്റുള്ള കാര്യം അറിയാം. ഇനി യുദ്ധം റീസ്റ്റാർട്ട് ചെയ്താൽ നിശ്ചയമായും പാകിസ്ഥാൻ അതിൽ ഇടപെടേണ്ടി വരും എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ടായിരിക്കണം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു $5 ബില്യൺ പാകിസ്ഥാന് കടം കൊടുക്കാമെന്ന് സൗദി അറേബ്യ സമ്മതിച്ചിരുന്നു. ഇന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഒരു $3 ബില്യൺ കൂടി അവർ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. നിശ്ചയമായിട്ടും അത് പാകിസ്ഥാനെ വിലക്കെടുക്കാനാണ്. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നിശ്ചയമായും അത് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കൂടി ഇൻവോൾവ്മെൻറ്റോടു കൂടിയാണ് അത് സംഭവിക്കാൻ സാധ്യത എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇനി
അപ്പോൾ നേരത്തെ വന്നിട്ടുള്ള എല്ലാ ന്യൂക്ലിയർ ത്രെട്ടുകളെയും ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. അതുപോലെ ഈ ന്യൂക്ലിയർ ത്രെട്ടിനെയും തകർക്കുക എന്നതാണ് ഇസ്രായേലിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഇറാൻ ഒരു സാധാരണ രാജ്യമല്ല, അത് ഒരു വലിയ രാജ്യമാണ്. കൂടാതെ അതുകൊണ്ട് അവിടെ നാച്ചുറൽ റിസോഴ്സസ് അബൻഡൻ്റാണ്. അപ്പം ഏത് തരത്തിൽ യുദ്ധം ചെയ്ത് തകർത്താലും ഇറാന് വീണ്ടും റീബിൽഡ് ചെയ്യാൻ സാധിക്കും. കാരണം അവരുടെ പെട്രോളിയം അസറ്റും ഗ്യാസ് അസറ്റും അത്ര വലുതാണ്. സ്വർണം കുഴിച്ചിട്ടിരിക്കുന്നത് പോലെ ആ രാജ്യത്ത് അതുപോലത്തെ അസറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോൺസെൻസസ് വഴി, ഒരു എഗ്രിമെൻ്റ് വഴി തങ്ങൾ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് നടത്തുകയില്ല എന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയല്ലാതെ ഫോഴ്സ് ഉപയോഗിച്ച് അവരെ ന്യൂക്ലിയർ ഡിസ്ആം അമെൻഡ് നടത്താൻ പറ്റില്ല. അവരിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ഷൻ അവർ നടത്തില്ല എന്ന് ഉറപ്പാക്കാനാവില്ല. ഇപ്പോൾ യുദ്ധം ഇവിടെ നിർത്തിയാൽ നാളെ വീണ്ടും അവരെ പണി തുടങ്ങും. ആ പണി തുടങ്ങി വീണ്ടും യുദ്ധം നടത്തേണ്ടി വരും. അങ്ങനെ സ്ഥിരമായി യുദ്ധം നടത്തുക എന്നുള്ളത് ഒരു ഓപ്ഷനല്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രഷറൈസ് ചെയ്ത് ഹോർമൂസ് അടച്ചിട്ടാണെങ്കിലും ശരി, യുദ്ധം ചെയ്തിട്ടാണെങ്കിലും ശരി, ഏത് തരത്തിലുള്ള പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണെങ്കിലും ശരി, ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് തങ്ങൾ നടത്തുകയില്ല എന്ന ഒരു പൊളിറ്റിക്കൽ ഉറപ്പ്, ഒരു രാഷ്ട്രീയ ഉറപ്പ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നേടിയെടുക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നതെന്നും മനസ്സിലാക്കണം.